പുതിയ വീഡിയോ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗൈസ് ആണ് വന്നേക്കണെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സെക്കൻഡ് വീഡിയോ കേരളമൊക്കെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ എൻ്റെ ചാനലിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഓക്കെ ഗൈസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ പെന്നി വിഷ് എപ്പിസോഡ് 2 വൈറലൊക്കെയാണ് ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെന്തായാലും ഫുള്ളായിട്ട് തന്നെ നിങ്ങളെന്തായാലും കാണാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും കാണാൻ ഒരു ഹൊററായിട്ടുള്ള സംഭവം കൂടെയാണ് ഗൈസ് ഇതെന്ന് വെച്ചാൽ ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 300 കയറലൊക്കെയാണ്. പ്ലീസ് എല്ലാവരും ലൈക്കും കയറലൊക്കെ ചെയ്യും. അതേപോലെ നമ്മുടെ ചാനലുകളൊക്കെ 397 സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും ആയിട്ട് എന്തായാലും ഉണ്ട് ഓക്കെ. അപ്പോൾ ഇനി അതെന്തായാലും കൂട്ടി 400 എന്തായാലും നമുക്ക് എന്തായാലും അടിക്കണം കേസ് ഓക്കെ. അപ്പോൾ അതെന്തായാലും എല്ലാവരും എന്തായാലും അടിപ്പിക്കുക. നമ്മളത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സർപ്രൈസ് ആയിട്ടൊരു കിഡിലെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഇതിലോട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വ്യൂ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 2K ഓക്കെ. 2K ഒക്കെ മതി ഓക്കെ. അതിന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ് ഓക്കെ. അപ്പോൾ ഒരു 2K ഓക്കെ. ഇതിലോട്ട് ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടായിരുന്നു നിങ്ങളെന്തായാലും കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ. അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ് ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ഗൈസ് നമ്മുടെ മറ്റൊരു പെന്നി വിഷ് കാര്യങ്ങളൊക്കെ താമസിക്കണ ആ ഒരു വീട്ടിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും നിൽക്കുകയാണ്. നമുക്കിവിടെ ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റണില്ല. കാരണം വെച്ചാൽ ആ പെന്നി വിഷ് കാര്യങ്ങളൊക്കെ നമ്മുടെ അനിയനെയും കാര്യങ്ങളൊക്കെ എന്താ പിടിച്ചു വെച്ചേക്കാണ്. അതൊരു സീനാണ്. പക്ഷെ നമ്മളെങ്ങനെയെങ്കിലും അവനെ നമുക്ക് രക്ഷിക്കണം ഗൈസ് ഓക്കെ. നമുക്കിപ്പോൾ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്തു പതുക്കെ എന്തായാലും ഈ ഒരു വീടിൻ്റെ സൺഷെയ്ഡിന് ഇവിടെ നിന്ന് ഇറങ്ങി ഇതെന്താണ് എൻ്റെ അമ്മച്ചി ഉഫ് തല അടിച്ച് വീണിട്ടുണ്ട്. എൻ്റെ ആമ്പോ വലിയൊരു വീഴ്ചയും കള്ളൊക്കെയാണ്. അതൊന്നും കുഴപ്പമില്ല. ഇതെന്താണ് വണ്ടിയുടെ ഡോറൊക്കെ ഇളകി കിടക്കണ? ഇതെന്താണ്? എന്താ എൻ്റെ വറിൻ്റെ ഡിക്കിയൊക്കെ അകത്ത് കിടക്കണ? ഗൈസ് ഇവിടെ കണ്ട ഒരു ബ്ലൂ കളർ മഹീന്ദ്ര താറ് കിടക്കണ. അത് മാത്രമല്ല ഒരു പുതിയൊരു മോഡിഫൈഡ് നമ്മുടെ ഉള്ള പോലെ തന്നെ ആയിട്ടുള്ള സെയിം ടൈപ്പിലുള്ള ഒരു എൻഡവറും ഉണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് ഇടിച്ച് പൊളിഞ്ഞു പോയേക്കാണ്. എൻ്റെ മോനെ ഈ താറിൻ്റെ ഡോറൊക്കെ ഉണ്ട് തുരുമ്പ് പിടിച്ചേക്കാണ് ഫുള്ള്. എൻ്റെ അമ്മ ഇത് വീണിട്ടുണ്ട് കേട്ടോ ഞാൻ കുലിക്കിയപ്പം. എൻ്റെ അമ്മ ഫുള്ള് അടിച്ച് കലങ്ങിയേക്കാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പെന്നി വിഷ അറ്റാക്ക് ചെയ്ത് എടുത്തായിരിക്കും. പെന്നി വിഷ എല്ലാവരും ട്രാപ്പിലാക്കിയാണ് എടുക്കണത്. എൻ്റെ അമ്മ ഫുള്ള് തുരുമ്പ് പിടിച്ചിടക്കണം. എന്താണ് വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കായിരിക്കും ഈ താറ്. ആണെന്ന് തോന്നുന്നു ഫുള്ള് പൊടിഞ്ഞ് തവിട് പൊടിയായി കിടക്കുകയാണ് ആ താറ്. ഒരു എൻഡവറും കിടപ്പുണ്ട്, അത് പുതിയതാണെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ ഇടിച്ചു കിടന്ന ആ മോഡിഫൈഡ് താറും ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അല്ല ഈ വണ്ടി നമ്മൾ ഇന്നലെ ഒന്ന് കണ്ടില്ലായിരുന്നല്ലേ ഇവിടെ കിടക്കണ ഈ ഒരു സ്കോർപ്പിയോ. എനിക്ക് തോന്നുന്നു നമ്മുടെ അനിയനെ പൊക്കിയതുപോലെ ഇന്നലെ രാത്രി വല്ലതും പിടിച്ചായിരിക്കും. അല്ലാതെ വേറെ വഴിയില്ലൊക്കെ. മറ്റങ്ങളൊക്കെ വർഷങ്ങളായിട്ട് അവിടെ കിടക്കുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് മെനിങ്ങാന്ന് നടന്നതാണെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാ ദിവസവും ഈ പെന്നി വിഷ ആൾക്കാർക്കിട്ട് നല്ല 8ൻ്റെ പണി കൊടുക്കുന്നുണ്ട്. ഇതാണ് അവരെ വണ്ടികളൊക്കെയാണ് ഇവിടെ കൊണ്ടുപോയി എടുത്തിട്ടിരിക്കണ ഗൈസ്. ഇതേത് വണ്ടി? ഇത് നമ്മുടെ അനിയൻ്റെ ഹയബൂസ അല്ലേ? ഇത് വെളിക്കട സാധനമല്ലേ? അല്ല ഈ വണ്ടി അവൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. അതേപോലെ തന്നെ കിയോ അനിയൻ്റെ ആയിരുന്നു. പിന്നെ ഈ പെന്നി വിഷ എങ്ങനെ ഇതിനടുത്ത് ഇവിടെ കൊണ്ടുവച്ചാ? പെന്നി വിഷന് കുറച്ച് പവേഴ്സും പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ എല്ലാം കൊണ്ട് വെച്ചായിരിക്കും. എനിക്കെന്തായാലും ഒന്നും തന്നെ മനസ്സിലാവണല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കാണെങ്കിലില്ല ഗൈസ് പതുക്കെ എന്തായാലും ഈ ഒരു വീട്ടിൽ നിന്ന് എന്തായാലും പതുക്കെ എന്തായാലും ഓടി എസ്കേപ്പ് ആവാം. അതായിരിക്കും നല്ലത്. നമുക്കില്ലേ പോയിട്ട് കുറച്ച് ഗൺസ് കുറച്ച് വെപ്പൺസ് വാങ്ങിച്ചിട്ട് വരാം ഗൈസ്. വേറൊരു കാര്യം കൊണ്ടുണ്ട്. നമ്മുടെ നിസാൻ്റെ നമ്മുടെ GTR കാണാനില്ല.
അതെവിടെ പോയെന്ന് എനിക്ക് ഒരു പിടിയും തന്നില്ല. ഛേ, നമ്മുടെ GTR എവിടെ പോയി? എനിക്ക് അറിഞ്ഞൂടാ കേസ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും കേസ് ഞാൻ ഒരു വീഡിയോ ബാക്കി സംഭവങ്ങളൊക്കെ ഫുള്ള് എന്തായാലും ഞാൻ എന്തായാലും അരിച്ചു ഇറക്കി നോക്കി. പക്ഷേ ഒരു രക്ഷയില്ല കേസ്, നമ്മുടെ GTR കണ്ടില്ല. ഇനി ഇവിടെ എങ്ങാനും ഉണ്ടാ? അതും ഇറങ്ങണ കേസൊക്കെ. ബെസ്റ്റ് ഇവിടെയും ഇല്ല. ഒരു സാധനം നമ്മൾ നോക്കിയില്ല. ഈ കാർ ഷെഡ് അല്ല, ദേ കിടക്കണ നമ്മുടെ GTR. പക്ഷേ ഗായ്സ്, ഈ വണ്ടിയുടെ കീ എൻ്റെ അല്ലായിരുന്ന? പോരാതെ ഈ വണ്ടി ഫ്രണ്ടിലാണ് ഇട്ടാ. ഈ പെന്നി വിഷയം സത്യത്തിൽ കുറെ പവേഴ്സ് കാര്യങ്ങളെ കൊണ്ട് വണ്ടികൾ എല്ലാത്തിനും എടുത്തിട്ട് അടിച്ച് മറിച്ച് തവിട് പൊടിയാക്കി ഫുള്ള് നശിപ്പിക്കാനുള്ള പവറുണ്ട്. നമ്മുടെ ഈ പെന്നി വിഷയം വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച് ഇതിനെ പൊക്കിയെടുത്ത് ഗറാജിനെ കൊണ്ടിട്ടിരിക്കണ്. ഈ വണ്ടി തുറക്കുന്നു. കീ ഉള്ളതുകൊണ്ട് തുറന്നു. ഇത് ഫുള്ള് പോയി കിടക്കുകയാണ്. വണ്ടി ഓടുന്നു. ഓടുന്നുണ്ട്, അതിൻ്റെ ഭാഗ്യം. പക്ഷെ ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എപ്പോഴെങ്കിലും ശരിയാകണം. ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് ഇതിൻ്റെ എൻജിനിൽ ഇത് പുക വരണം. പക്ഷെ എന്നാലും വണ്ടി പഴയതുപോലെ തന്നെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. നമുക്കിപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ പോയി വണ്ടി വേണമെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ വേണ്ട കേസ്, ഇത് തന്നെ മതി. എൻഡവറിന് എടുക്കണ്ട ഇനി അതും കൂടെ നശിപ്പിക്കാൻ. നമുക്ക് നല്ല നൈസായിട്ട് നല്ല വെപ്പൺ ഷോപ്പിലും കാര്യങ്ങളൊക്കെ പോയി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു വെപ്പൺ ഷോപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അല്ലാതെ ശരിയാകത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ പെന്നി വിഷയം കൊന്നേ പറ്റുമോ, അല്ലാതെ ശരിയാവത്തില്ല. വണ്ടിയുടെ സൈഡ് ഇടിച്ച്. ഇവിടെ ഏകദേശം അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലുള്ള ഈ സൈഡത്തെ ബിൽഡിങ്ങാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടി ഇവിടെ എല്ലാം പാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഫുള്ള് വെപ്പൺസ് കണക്ക് വാങ്ങാം. പിസ്റ്റല് അങ്ങനത്തെ എല്ലാം AK-47 എല്ലാം വാങ്ങിച്ചിടുന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ എന്തായാലും വരാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ കംപ്ലീറ്റ് ഗൈസ് നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളങ്ങനെ വാങ്ങിച്ചേക്കാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ AK-47 ഉണ്ടെന്നാലും ഇതാണ് AK-47. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റോക്കറ്റ് ലോഞ്ചറും എടുത്തിട്ടുണ്ട്. ഈ റോക്കറ്റ് ലോഞ്ചർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ പറ്റുമോ തന്നെ ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ടാണ്. പിന്നെ പിസ്റ്റലും ഉണ്ട്. ഇതെന്ന് വെച്ചാൽ സാധാ പിസ്റ്റലല്ല, പിന്നെ കുറച്ച് പവർ കൂടിയൊരു പിസ്റ്റലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പോരാ തന്നെ നമ്മളതിൽ സ്നൈപ്പറും ഉണ്ട്. സ്നൈപ്പർ വെച്ച് നല്ല വല്ലതും കാണാൻ പറ്റുമോ? നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ അതൊക്കെ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചുമ്മാ ഷൂട്ട് ചെയ്താണ് കേസൊക്കെ കണ്ട, എല്ലാം ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സ്നൈപ്പർ അടിപൊളിയാണ്. നമുക്ക് ആരുടെയെങ്കിലും മണ്ട വെച്ചൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കായിരുന്നു. ഇവിടെ അതെല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് നമ്മുടെ കയ്യിലുണ്ട്. ഫോൺ വെച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റിക്കി ബോംബാണ്. നമ്മളതിൽ ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ, പക്ഷെ ഇതൊന്നും കൊണ്ട് പോരാ. നമ്മൾ ഇനി വാങ്ങിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് പെന്നി വിഷനെ കൊല്ലാനായിട്ട് പറ്റും കേസ്. ഇവനെ കൊല്ലാൻ പറ്റുമെന്ന്, അതാണ് വേറൊരു കാര്യം. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും പോവാം. നമ്മുടെ ഈ പെന്നി വിഷാണെങ്കിൽ ഇടയ്ക്ക് ഇൻവിസിബിളായി പോവാം. അതെന്ത് സംഭവമാണെന്ന് അറിഞ്ഞൂടാ. ആ സിനിമയിലുള്ള പോലെ തന്നെ ഇവൻ ഭയങ്കര പവർഫുള്ളായിട്ടൊന്നൊരു സംഭവമാണ്. എന്താവുമെന്ന് ഒരു പിടിയില്ല. നമ്മുടെ അനിയനെ എവിടെയാണെന്ന് ഒരു പിടിയില്ല. അവൻ വീട് ഫുള്ളി അരിച്ചു ഇറങ്ങി. എൻ്റെ അവൻ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. അതിനി വീട്ടിലുള്ള സീക്രട്ട് ചേമ്പറോ അങ്ങനെയല്ലോ ഉണ്ടാന്തോ, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നൈസായിട്ട് ഗൈസ് ഒരു ഐഡിയ ചെയ്യാം. നമുക്ക് നമ്മുടെ ഈ വണ്ടി ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വയ്യ. വണ്ടി ഒരു കാര്യം ചെയ്യാം. വണ്ടി നമുക്ക് ഈ തൊട്ട് ഇവിടെ ആയിട്ടൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്റ്റെപ്പ് കയറുമോ വണ്ടി? സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. നല്ല കാര്യം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വല്ല പാർക്ക് ചെയ്തിടാം. ഈ വണ്ടി ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വണ്ടിയില്ല. അപ്പം തന്നെ ഭാഗ്യം കൊണ്ടാണ് ഈ കിട്ടിയത്. നമുക്ക് എൻഡവർ എടുക്കാനും പറ്റില്ല, അത് പുതിയതാണ്. ഇതും പുതിയത് തന്നെയാണ്, പക്ഷേ ഇത് പെന്നി വിഷയം അടിച്ച് നശിപ്പിച്ചാണ്. ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത കാറായിരുന്നു. ഫ്രണ്ടിൽ കിടന്നായിരുന്നു. ഇതുകൊണ്ട് ഇടിച്ച് പൊളിച്ച് കയറുന്നതാണ് ഞാൻ വിചാരിച്ച. അമ്മച്ചി ബെസ്റ്റ്.
ഇതും കൊണ്ട് ഇടിച്ച് പൊളിച്ച് കയറാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വണ്ടി നശിപ്പിക്കാന്നാണ് വിചാരിച്ചാണ്. ഓക്കെ, നമുക്കെന്നാലും നേരെ വീട്ടിൽ കയറി പോയി ആ പെന്നി വിഷനെ പോയി കണ്ട് നമുക്ക് നല്ല 8ന്റെ പണി അവന് കൊടുക്കാം. ഓക്കെ, എടാ പെന്നി വിഷ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, എനിക്കൊന്ന് നിന്നെ കാണാടാ, വാടാ ഇങ്ങോട്ട്. ഓ 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 എന്തോടാ നീ ഇതുമായിട്ട് പോയില്ലേ? ഞാൻ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നണുണ്ടടാ. ഞാൻ എൻ്റെ അനിയനെയും കൊണ്ടേ പോവും, അല്ലാതെ വെറുതെ പോലെ. അവനെ എനിക്ക് എന്ത് വില കൊടുത്തെങ്കിലും വേണം. മര്യാദയ്ക്ക് എൻ്റെ അനിയനെത്താ, അല്ലെങ്കിൽ എനിക്ക് ബാക്കിയുള്ള ഗൺസും അങ്ങനെ എല്ലാം എടുക്കേണ്ടി വന്ന് നിന്നെ ഇവിടെ വെച്ച് തന്നെ എനിക്ക് കൊല്ലേണ്ടി വരും. ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെയൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോണേ നീ കണ്ടോടാ പെന്നി വിഷേ. നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റൂലടാ. ഓ 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 ഓ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ തുര വെടിയൊക്കെയാണ്. നമ്മുടെ പെന്നി വിഷയങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ മോനെ ഗൈസ്, നമ്മളെ തുര വെടിയാണ്. എൻ്റെ മോനെ നമുക്കും വെടിയങ്ങളൊക്കെ കൊള്ളുന്നുണ്ട്. എൻ്റെ മോൻ ഇതെന്താണ് ഇവൻ ചാവാത്തത്? എനിക്ക് ഒരു പിടിയും തന്നെ. നമ്മൾ നല്ല രീതിക്ക് വെടിയങ്ങളൊക്കെ വെക്കുകയാണ്. ഇവൻ ചാവണയില്ല. ഓ ഓ ഓ ഓ ഓ ഓ അല്ല, അവൻ എവിടെ പോയി? ഇവിടെ ഇത്ര ഉണ്ടായിരുന്നു, അവൻ കാണാനില്ല. ഓക്കെ, എൻ്റെ മോനെ നമ്മളിവിടെ വെടിയൊക്കെയാണ്. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എടാ സീജെ, നടക്കൊന്നും എന്നെ തൊടാനേ പറ്റൂലടാ. ഓ 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 ഗൈസ്, നമ്മളിവിടെ നല്ല രീതിക്ക് വെടിവെക്കുന്നുണ്ട്. പക്ഷേ ആ പെന്നി വിഷനെ സത്യത്തില് ഇവിടെ നിന്ന് കാണാനില്ല. പക്ഷേ അവ ഇടയ്ക്കിടയ്ക്ക് വരെയാണ്. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എടാ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എൻ്റെ അകത്ത് ഒരു തുള്ളി പോലും ഒരു സംഭവം കയറത്തില്ല. അത്രയും പവർഫുള്ളാണ് എടാ നിൻ്റെ ഈ റോക്കറ്റ് ലോഞ്ചർ. ഉണ്ടോ ഒരു കാര്യമല്ല. എടാ ആരടാ, എൻ്റെ പിസ്റ്റൽ ഉണ്ടാ പോടാ. റോക്കറ്റ് ലോഞ്ചറിനെക്കാളും കുറഞ്ഞ സാധനം വെച്ച് വെടിവെച്ചാൽ പോലും എനിക്കൊന്നും പറ്റില്ല. എന്നാൽ പിന്നെ എൻ്റെ ഇതുണ്ട് AK-47. ഇത് വെച്ച് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവൂടാ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എടാ പൊട്ട, നീ ഇത്രയ്ക്കൊരു മണ്ടനായി പോയല്ലോടാ. എടാ നിന്റെ ഒരു ഗണ്ണിൻ്റെ ശക്തി പോലും എനിക്ക് ഏക്കൂലടാ. എന്നാൽ പിന്നെ സ്റ്റിക്കി ബോംബ് ഉണ്ടല്ലോ, ഇതെന്തായാലും ഏക്കാതിരിക്കില്ല. നീ ഇപ്പം തന്നെ ചാവൂടാ. ഓ ഓ ഓ ഓ അതൊക്കെ നിന്റെ വെറും തോന്നനാടാ സീജെ. എനിക്കൊന്നും തന്നെ പറ്റൂല. ഇപ്പം നമുക്ക് കാണാം. ഇപ്പം നീ പടം നോയിക്കോ. എൻ്റെ മോനെ പൊട്ടിത്തെറിച്ചാണ്. എനിക്കൊന്നും തന്നെ പറ്റില്ല. എടാ നീ ഇവിടെ പോയടാ പെന്നീഷേ. എന്താടാ നിനക്ക് മതിയായ? ഇല്ലടാ, എനിക്ക് മതിയായിട്ടൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അനിയനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. അവൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടാണ്. എനിക്ക് എൻ്റെ ഫ്രാങ്ക്ലിനെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോണ പ്രശ്നമല്ല. നീ എന്നെ എന്തൊക്കെ ചെയ്താൽ ശരി, എന്ത് വില കൊടുത്തെങ്കിലും ഞാൻ എൻ്റെ അനിയനെ തിരിച്ചെടുത്തിരിക്കും. ഓ ഓ ഓ ഓ നിനക്കപ്പം നിൻ്റെ അനിയനെ വേണോ? ഓ എനിക്ക് എൻ്റെ അനിയനെ വേണം. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയണ ഒരു കാര്യം ചെയ്താൽ ഞാൻ നിനക്ക് അപ്പം തന്നെ നിൻ്റെ അനിയനെ തരാം. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബൈക്കുണ്ട്. ആ ബൈക്കിൻ്റെ പേര് ഗോസ്റ്റ് റൈഡർ ബൈക്ക് എന്നാണ്. ആ ഒരു ബൈക്ക് കുറേ ടീംസ് എല്ലാവരും കൂടെ ചേർന്ന് എടുത്തോണ്ട് നേരെ ജുറാസി പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച്, നീ അതെനിക്ക് തിരിച്ച് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ട് തരുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ നിൻ്റെ അനിയനെ വെറുതെ വിടും. അപ്പോൾ ആ ബൈക്ക് ഞാൻ കണ്ടുപിടിച്ചെന്ന് നീ അപ്പം തന്നെ എൻ്റെ അനിയനെ വിടോ? ഓ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. എന്നാൽ ശരി, ഞാൻ കൊണ്ടുവരാം. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ആകെ സീനിങ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പെന്നി വിഷ് എന്തൊക്കെയാണ് പറയണേന്നൊന്നും എനിക്ക് ഒരു പിടിയും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്കിട്ട് ഓരോ പണികളും തന്നെ തന്നോണ്ട് നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ ഇഷ്ടം പോലെ വിടിച്ചു, പക്ഷെ അവൻ ഒരു ചുക്കും തന്നെ പറ്റണില്ല ഗൈസ്. ഓക്കെ, അവൻ്റെ എന്തൊക്കെയോ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അവൻ പവർഫുൾ ആയിട്ടുള്ളൊരു ജോക്കർ പോലത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ പെന്നി വൈസിനെ കാര്യങ്ങളൊക്കെ എനിക്കാണെങ്കിൽ കൊല്ലാനേ പറ്റണില്ല. ഞാൻ എത്ര വെടിച്ചിട്ട് റോക്കറ്റ് ലോഞ്ചർ വിട്ട് ഞാൻ എത്ര സംഭവം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവന് ഒന്നും തന്നെ പറ്റണില്ല. ആ വീട് പൊളിയാതല്ലാതെ ആ പൊട്ടനൊന്നും തന്നെ പറ്റണില്ല.
ഗൈസ്. പക്ഷേ നമ്മുടെ അനിയനെ തിരിച്ച് തന്നിട്ട് അവനാണെങ്കിൽ ഈ ഒരു ഇന്ത്യ വിട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കണമെന്ന് അവൻ എന്തായാലും ആവശ്യപ്പെട്ട് ഗൈസ്. ഓക്കെ, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇവൻ എന്തായാലും സ്പെഷ്യലായിട്ടുള്ള ഒരു ബൈക്ക് കേരളമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു ബൈക്കിൻ്റെ പേരാണെന്ന് വെച്ചാൽ ഗോസ്റ്റ് റൈഡർ ബൈക്ക് എന്നാണ് അവൻ്റെ പേര്. ഓക്കെ, വെറും ഒറ്റ ബൈക്കേ ഉള്ളൂ. അത് ഇവന് വേണമെന്നാണ് പറയണത്. അത് കുറേ പേര് കാരണം പിടിച്ചു വെച്ച് എവിടെയോ കൊണ്ട് ഉപേക്ഷിച്ചേക്കണം ആ വണ്ടി. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ വൻ സീനെന്നാണ് കേസ് അവൻ പറയണത്. എന്തൊക്കെയാണ് നടക്കണേന്ന് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, ആ വണ്ടി അവസാനമായിട്ട് അവൻ കണ്ടതെന്ന് വെച്ചാൽ ജുറാസി പാർക്കിൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ്. അതിൻ്റെ അകത്തൊന്നും തന്നെ ആ വണ്ടി പോയിട്ടില്ല. ഫ്രണ്ട് ഏരിയയിലായിട്ട് എവിടെയോ ഉണ്ടെന്നാണ് പറയുന്നത്. ആ വണ്ടി കണ്ടുപിടിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഇന്ന് രാത്രിയിലുള്ളിൽ തന്നെ നമ്മുടെ അനിയൻ അവൻ കൊല്ലുമെന്നാണ് പറയണത് കേസ്. നമ്മുടെ പാവം കേസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ അവൻ അടിച്ചൊരു പരുവാക്കിയേക്കണം. അവൻ ഒട്ടും തന്നെ വയ്യ കേസ്. പാവമൊക്കെ അവൻ ഫുള്ള് ബ്ലഡിലവൻ കുളിച്ചവിടെ കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ. നമുക്കെന്തായാലും ഇപ്പം എന്തായാലും അവിടെ പോയി നോക്കാം. ഓക്കെ, അവിടെ വല്ല വണ്ടി ഉണ്ടോ എന്തോ. ഇനി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ബൈക്കാണ് ഗോസ്റ്റ് റൈഡർ ബൈക്ക്. എൻ്റെ ഫ്രണ്ടിൽ എവിടെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, കുറേ ഗ്യാങ്സ്റ്റേഴ്സ് ഇവനെ പിടിച്ചെടുത്തിട്ട് അടിച്ചേക്കാണ്. ഈ പെന്നി വേസ് കണക്ക് നമുക്ക് നല്ല 8ൻ്റെ പണിയാണ് തന്നത്. ഇവനെ നമ്മളെന്തായാലും തീർക്കാതെ നമ്മളെന്തായാലും വിടത്തില്ല. ഓക്കെ, ഇവൻ്റെ ഈ ബൈക്കെല്ലാം നമ്മൾ കൊടുത്താലും വിടത്തില്ല. പക്ഷേ ഇവിടെ ഒന്നും തന്നെ കാണാനില്ല. ഓക്കെ, ഈ ബൈക്ക് ഏകദേശം പോയിട്ട് ഏകദേശം 2 മാസത്തോളം ആയെന്നാണ് പറയണത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമുക്കെന്തായാലും വണ്ടി അധികം അങ്ങോട്ട് കൊണ്ടുപോകണ്ട. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഫ്രണ്ടിൽ എവിടെയായിട്ടോ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടി കണക്ക് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് നല്ല ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് കണക്ക് എന്തായാലും ചെയ്യുന്നതായാലും നോക്കാം. ഓക്കെ ഓക്കെ ഗായ്സ്, നമ്മളെന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും കുറേ നേരമായിട്ട് എന്തായാലും ഇവിടെ സെർച്ചിങ് ആളൊക്കെ എന്നാലും ചെയ്യണം. പക്ഷെ നമുക്കിവിടെ ഒന്നും തന്നെ കിട്ടാനായിട്ടില്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ മണ്ടയ്ക്കിന് വല്ല ഉണ്ടോ എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഓക്കെ, എൻ്റെ പൊന്നെ നമ്മൾ നൈസായിട്ട് പോയി. എൻ്റെ പൊന്നെ നൈസായിട്ട് പണിപ്പാളി. എൻ്റെ അമ്പോ എത്രാത്ത വീഴ്ചയെന്ന് അറിയാമോ. നമ്മൾ ഏകദേശം ഒരു പരിവായി പെന്നി ഫേസ് കാരണം. നല്ല 8ൻ്റെ പണിയൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കണത്. പക്ഷേ ഇതിൻ്റെ മണ്ടയ്ക്ക് പക്ഷേ കാണാൻ ചാൻസ് ഇല്ല. നമുക്ക് സ്നൈപ്പർ വെച്ചാണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കുറച്ചുകൂടെ അങ്ങ് പോയിട്ട് നമുക്ക് എന്തായാലും സൂമങ്ങളൊക്കെ ചെയ്യാം. അതിനി റെയിൽവേ സ്റ്റേഷൻ അവിടെ വല്ല കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ പെന്നി വേസ് നമുക്കിവിടെ നല്ല 8ൻ്റെ പണിയാണ്. ഇവിടെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് വെള്ളത്തിലും കൂടെ ആണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, വെള്ളത്തിൽ ഇനി ഒന്നും ഇല്ലെന്ന് തോന്നണം. ഒരു കാര്യം നമുക്ക് എന്തായാലും നൈസായിട്ട് എന്നാലും വെള്ളത്തിൽ കണക്ക് ഒന്ന് ഇറങ്ങി എന്തായാലും നോക്കാം. പറയാൻ പറ്റത്തില്ല, അല്ല ചിലപ്പോൾ ഉണ്ടെങ്കിലേ. ഇനി ഇതിൻ്റെ അകത്തും എല്ലാം ഉണ്ടെങ്കിൽ അതെന്താണ്? ഇതെന്താണ്? ഇവിടെ എന്തോ കിടക്കുകയാണല്ലോ ഗൈസ്. ഇതല്ലേ അവൻ പറയാ ബൈക്ക്? എന്റെ മോനെ ഗൈസ്, ഇതാ സിനിമയിലൊക്കെ ഉള്ള ഏകദേശ ബൈക്കാണ് തോന്നണത്. എന്റെ മോനെ ഗൈസ്, ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ഗോസ്റ്റ് റൈഡർ ബൈക്കുകളെ കണ്ടുപിടിച്ചേക്കാണ്. ഈ ബൈക്കിനൊരു പ്രത്യേക കണക്കുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ GTRന്റെ അടുത്ത് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കാർ പൊട്ടിത്തെറിക്കും. ഈ ബൈക്കിനൊരു സംഭവമാണ്. നമുക്കാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ആ ബൈക്ക് തന്നെയാണ്. നമുക്കെന്താ നൈസായിട്ട് ആ ബുഗാട്ടീരിയ വണ്ടി പോലത്തെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എൻ്റെ മോനെ അത് പൊട്ടിത്തെറിച്ചേക്കാണ്. എൻ്റെ ആളി. പക്ഷെ ആ പൊട്ടിത്തെറിച്ച ശേഷം നമ്മൾ തെറിച്ച് കണ്ട് പോകണം. നമ്മുടെ GTR കണക്ക് അവിടെ കിടക്കണം. അതിൻ്റെ മണ്ടയ്ക്കുന്ന വീഴല്ലേ എൻ്റെ അമ്മച്ചി. നമ്മളങ്ങനെ അടിച്ച് വീണിട്ടുണ്ട്. ഓക്കെ, അവൻ്റെ ബൈക്കിന് പക്ഷെ ഒന്നും തന്നെ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആ ഒരു വണ്ടികളൊക്കെ ബുള്ളറ്റ് പ്രൂഫും ഡാമേജ് പ്രൂഫും ആണ്. ഓക്കെ, ഇതെന്താണ്? എനിക്കങ്ങനെ അറിയാം. നമ്മുടെ ക്യാരക്ടറിന് എന്തൊക്കെയോ പറ്റി കേസ്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഈ ഒരു ബൈക്കുകളൊക്കെ നൈസായിട്ട് നമുക്ക് എന്തായാലും എടുക്കാം. ഓക്കെ, ഇതെന്താണ് ഈ വണ്ടി എടുക്കാൻ പറ്റാത്ത? ഓക്കെ, അയ്യോ ഇയാളെന്താണ് കാണിക്കണ? ഓക്കെ, നമ്മളങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഈ ഒരു ബൈക്കുകളൊക്കെ എടുത്തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതെന്തായാലും നേരെ കൊടുത്തെന്തായാലും നമ്മുടെ പെന്നി വൈസിൻ്റെ കണക്കെ
കൊടുക്കണം, എന്നാലും അവൻ നമ്മുടെ അനിയനെ തരത്തുള്ളൂ. എൻ്റെ പുതിയ ബുഗാട്ടി പൊട്ടി തെറിച്ച്. പക്ഷെ അത് റിയൽ ബുഗാട്ടി എന്നല്ല, അത് ബുഗാട്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടികളൊക്കെയാണ്. പക്ഷെ അത് പൊട്ടി തെറിച്ചിട്ടുണ്ട്. നമ്മൾ തെറിച്ച് പോയി. ഓക്കെ മോനെ, ഇത് ഇച്ചിരി സീൻ ബൈക്കാണ്. നമ്മുടെ കാറിൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോല്, എന്നാൽ പൊട്ടിത്തെറി. ഇതിലാണ് അപ്പോൾ പെന്നീസുകളൊക്കെ പോണതൊക്കെ. എന്തായാലും ഇതൊരു സീന് വണ്ടിയും ആകെയാണ്. നിങ്ങൾ വിചാരിക്കണത് പോലെ അല്ല. എൻ്റെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു വണ്ടിയാണ്. പെന്നിവേസിന് സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ബാക്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടിടുന്നതിന് സേഫ്. ഇവിടെ വല്ല ഇട്ട് ഇതെല്ലാം പൊട്ടിത്തെറിയോ വല്ലതും ചെയ്യണമെങ്കിലേ ഇനി പെന്നിവേസിൻ്റെ ബാക്കി വായിരിക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അനിയനെ കിട്ടിയത്, ഇവൻ്റെ വണ്ടി ഒന്നും തന്നെ വേണ്ട. പക്ഷെ എനിക്ക് ഈ ബൈക്ക് നല്ല ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണേ അപ്പം തന്നെ പൊട്ടിത്തെറിക്കുക. അതാണ് ഈ ഒരു ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നൈസറെ പെന്നിവിഷനോടെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചത് നോക്കാം. ഓക്കെ എടാ പെന്നിവിഷ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഞാൻ സാധനം കൊണ്ടുവന്ന്. ഓ 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 നീ അങ്ങനെ വന്നല്ലേ? എവിടാ എൻ്റെ വണ്ടി എവിടാ? അത് ഞാൻ വേറെ വണ്ടികളൊന്നും തന്നെ പൊട്ടിത്തെറിക്കാതെ സേഫായിട്ട് ഞാൻ നിൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഗറാജ് പോലത്തെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഓ 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 ശരി. അപ്പം ശരി, എന്നാ നീ പെക്കോ. എനിക്കെൻ്റെ അനിയനെ വേണം. ഏതനിയൻ? എങ്ങനത്തെ അനിയൻ? നീ എന്തൊക്കെ തന്നാലും ശരി, ഞാൻ നിന്റെ അനിയനെ തിരിച്ചു തരൂല. എടാ നീ എന്നെ എന്തൊക്കെയാണ് ചെയ്യണം? ഞാൻ നിന്റെ അനിയനെ കൊല്ലൂടാ. മറ്റേ നമ്മുടെ ഒരു പെന്നിവേസ് നേരത്തെ പറഞ്ഞതുപോലെ വലിയ എന്തോ ബിൽഡിങ് പോലത്തെ എന്തോ സാധനത്തിന്റെ മണ്ടയ്ക്ക് നമ്മളെ എടുത്തെറിഞ്ഞിക്കണേ. എൻ്റെ മോനെ, നമ്മളെ ഡെഡായെന്ന് തോന്നണ്. എന്തൊക്കെയാണ് നടക്കണേന്ന് എനിക്ക് ഒരു പിടിയെന്നല്ല. നമ്മുടെ സീജ ഒരു പരുവേ നമ്മൾ അവ എടുത്തെറിഞ്ഞേക്കാണ്. നമ്മൾ ചത്തില്ല, എന്തോ ഭാഗ്യം കൊണ്ടാണ് ചത്തില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസും കളൊക്കെ നമ്മൾ എന്തായാലും അടുത്ത ദിവസം തന്നെ എന്തായാലും ഇടുന്നതാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ കളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലായിട്ട് ആരെങ്കിലും വീഡിയോകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ എല്ലാവർക്കും ബൈ.